ഫ്ലൈറ്റിലാണെങ്കിലും ഷിപ്പിലാണെങ്കിലും എങ്ങനെയാണ് ചാർജുകൾ എത്രത്തോളം കൂടുതലും കുറവുണ്ട്, ഇത് കൊണ്ടുവരുന്നത് കിലോയ്ക്കാണോ റേറ്റ്, അതോ മറ്റെന്തെങ്കിലും അളവ് മാനദണ്ഡങ്ങളുണ്ടോ, പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും വാങ്ങി ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നു, ക്ലിയറിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ കൈകളിലെത്തി, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തു. അതിനുശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു, പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വന്നു, കസ്റ്റമർ തിരിച്ച് കടയിൽ കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ നമുക്കത് റിട്ടേൺ വിടാൻ പറ്റുമോ, ചൈനയിലേക്ക് റിട്ടേൺ കൊടുത്ത് റീപ്ലേസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ, പിന്നെ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്, എക്സ്പോർട്ടിങ് ചെയ്യുന്നതിന് എങ്ങനെയാണ് റേറ്റ്, അത് കിലോയ്ക്കാണോ റേറ്റ്, അതിനും അളവ് മാനദണ്ഡങ്ങളുണ്ടോ, പിന്നെ ആരൊക്കെയാണ് ഇത് അവിടെ ജെനുവിൻ പാർട്ടീസ്, മീൻസ് നമുക്ക് നല്ല സാധനങ്ങൾ തരുന്ന ആൾക്കാർ, അവരെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവിടെ ബാർഗെയിനിങ്ങുകൾ നടക്കുമോ, നമ്മൾ അവർ റേറ്റ് പറയുന്നു, നമ്മൾ അതിനകത്ത് ബാർഗെയിനിങ് നടത്തിയാണോ നമ്മൾ ചെയ്യുന്നത്, പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്ന സാധനങ്ങൾ എത്രത്തോളം ഗുണമേന്മ ഉറപ്പുവരുത്താൻ പറ്റും, അവർ നമ്മളെ ചീറ്റ് ചെയ്യുമോ, ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റുമോ. അങ്ങനെ ഒത്തിരി നിരവധി 100,000 ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സുകളിലൊക്കെ